ഇഷ്ടമായി. ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുന്നു. എണീറ്റ് നിന്ന് കൈ അടിക്കാൻ തോന്നുന്നു. ഗംഭീരം, ഒരു രക്ഷയില്ല. ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചിഫിക്കേഷൻ. പക്ഷെ KGF മുകളിൽ എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ അഭിനേതാക്കളും അവരവരുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. 5 4.2 കൊടുക്കാം. ഒരു രക്ഷയില്ല. ഞാൻ പൃഥ്വിയിലെ ഫാൻ ഗേളാണ്. പ്രഭാസ് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമായി. ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുന്നു. പക്കാ മാസ് ആക്ഷൻ മൂവി. ട്രീറ്റ്മെന്റ് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ഒരേ പൊളി. KGF എനിക്ക് പറയാനില്ല, വാക്കുകളില്ല. ഒരു രക്ഷയില്ല. രണ്ടുപേരും കൈയൊക്കെ വിറയ്ക്കണ്. ഈക്വലാണ്. ഗംഭീരം, ഒരു രക്ഷയില്ല. ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചിഫിക്കേഷൻ. നമ്മുടെ ആ തിയേറ്ററിൽ നിന്ന് കാണുമ്പോണ്ടല്ലോ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ആ തിയേറ്റർ എഫക്റ്റ്, വിഷ്വൽ ക്വാളിറ്റി, മേക്കിങ്. പിന്നെ ഓൾറെഡി പ്രഭാസിൻ്റെ ഒരു അഴിഞ്ഞാട്ടാണ് ഇതിനകത്ത്, പടത്തിനകത്ത് മൊത്തം കാണാൻ. പിന്നെ നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് കൂടി കൂടിയപ്പോൾ ഗംഭീരം. ആ രണ്ടുപേരുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് രോമാഞ്ചം വരുന്നുണ്ട്. ശരിക്കും ഒരു ഗംഭീരം എന്ന് പറയുന്നത് എല്ലാ റെക്കോർഡുകളും തൂക്കാനുള്ള പടമുണ്ട്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് വയലൻസ് സ്റ്റാറിനായി പക്കാ മാസ് ആക്ഷൻ മൂവി. നമ്മൾ മാസ് പടം പ്രതീക്ഷിച്ച് പോയാൽ അത് കിട്ടും. പിന്നെ 3 hours കുറച്ച് കൂടി പോയി. 2.5 hours മതിയായിരുന്നു. വയലൻസ് കുറച്ച് കൂടുതലാണ്. ഇല്ലെങ്കിൽ നല്ലൊരു മൂവിയാണ്. പൃഥ്വിരാജിനെക്കാളും സ്പേസുള്ള പ്രഭാസിൻ്റെ പടമാണ്. പ്രഭാസിൻ്റെ തിരിച്ചുവരവാണ്. പ്രഭാസിൻ്റെ അടുത്ത കുറേ പടം ഫ്ലോപ്പായി. പ്രശാന്തിയിലും സമ്മതിക്കണം. 3ാമത്തെ ഏറ്റവും ഇത് ജയിലർ. ലിയോക്കാട്ട് നല്ല പടമാണ്. ജയിലറിൻ്റെ ആ ലെവലിൽ വരുന്നത്. BGM നല്ലതാണ്. പക്കാ ആക്ഷൻ മൂവി. ആ രീതിയിൽ വരാം. നല്ല പ്രതീക്ഷയോടെ കാണാം. നമ്മുടെ എക്സ്പെക്ടേഷൻസ് വരുന്നുണ്ട്. ലാഗ് ഒട്ടുമില്ല. ഒരു പക്ക പ്രഭാസിൻ്റെ തിരിച്ചുവരവാണ്. 5 4.2 കൊടുക്കാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. ഇപ്പോൾ പെർഫോമൻസ് ലെവലായാലും ഇപ്പോൾ പൃഥ്വി ആയാലും പ്രഭാസ് ആയാലും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല സിറ്റുവേഷൻസിലും നമുക്ക് എണീറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നും. ആ ലെവലിലേക്ക് രണ്ടുപേരും നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. നന്നായിട്ടുണ്ട്. ഒരു ക്യാരക്ടർ ഇത് കൂടുതലായിട്ട് ഇല്ല, പക്ഷെ എന്നാൽ പോലും അവർക്കുള്ള റോളുകൾ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് നീലിൻ്റെ മാജിക് നമ്മൾ ഒരാൾ ഒരിക്കലും ഒരു ഗോൾഡൻ മൊമെൻ്റ് ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുകളിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും. പക്ഷേ KGF മുകളിൽ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ KGF ബിൽഡപ്പ് ചെയ്തതുപോലെ തന്നെ പ്രശാന്ത് നീൽ ബിൽഡപ്പ് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ്. പടം പറയുകയാണെങ്കിൽ പക്ക ഒരു മാസ് ആക്ഷൻ ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ ഇത് പറയുകയാണെങ്കിൽ എന്താ ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് പറയുകയാണെങ്കിൽ പൃഥ്വിരാജിനും പ്രഭാസിൻ്റെ കോമ്പിനേഷൻ ഭയങ്കര സൂപ്പറായിരുന്നു. അവരുടെ ബോണ്ടും അവരുടെ ആക്ഷനും എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ സൂപ്പർ പടം. പ്രശാന്ത് നീലിൻ്റെ സംവിധാനത്തിൽ നല്ലൊരു KGF പോലുള്ള ഒരു അനുഭൂതി തന്നെയാണ് കിട്ടിയത്. നമ്മുടെ പ്രഭാസും പൃഥ്വിരാജും കൂടെ ചേർന്നപ്പോൾ നല്ലൊരു ടീം വർക്ക് തന്നെയായിരുന്നു. എല്ലാ അഭിനേതാക്കളും അവരവരുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. KGF ആ ലെവലൊന്നും അല്ലെങ്കിലും ഭയങ്കര ഗൂസ് ബംസ് ആണ്. പ്രശാന്ത് നീലിൻ്റെ ഷോട്ട് ഡിവിഷനും ക്യാമറയൊക്കെ അടിപൊളിയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലൊന്നും ഇല്ല, എന്നാലും വൺ ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല ഭാഷയാണ്. ഇന്റൻസിറ്റി ഇല്ല, ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രഭാസിന് ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് ആണ്, പക്ഷെ ഒരു കുറച്ചുകൂടെ ക്യൂട്ടായി പോയതുപോലെ. ഉറപ്പായിട്ടും പൃഥ്വിരാജ് നന്നായിട്ട് നല്ല പടം. പ്രഭാസിന്റെ ഒരു കമ്പാക്ക് ആയിരുന്നു. ഓക്കെ, സൂപ്പർ അടിപൊളി പടം. ഫുൾ ആവറേജ്, കുഴപ്പമില്ല. അടിപൊളി സൂപ്പർ. കൊള്ളാം. നല്ല പടമല്ലേ? കുഴപ്പമില്ല, ആവറേജ്. പടം അത് എനിക്ക് അങ്ങോട്ട് ക്ലിക്കായിട്ടില്ല, കണക്റ്റ് ആയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്തോ ഒരു പോരായ്മ, ഒരു തൃപ്തിക്കുറവ് അതെനിക്ക് കിട്ടി. പിന്നെ വയലൻസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി വയലൻസ് ഒക്കെയാണ്. അതായത് കരകുരാന്നൊക്കെ ആൾക്കാരെ വെട്ടിക്കൊല്ലണതൊക്കെ അതൊരുമാതിരി എന്തോ ഇതായി തോന്നി എനിക്ക്. മൊത്തത്തിൽ ഒരു തൃപ്തി കിട്ടിയില്ല പടം, അത്രയും.
പടം കുഴപ്പമില്ല. ഫസ്റ്റ് പാർട്ടാണല്ലോ, ഒരു സ്റ്റോറി ബിൽഡിങ് ചെയ്ത് വരുന്നുള്ളൂ. ഇതൊരു വലിയൊരു വേൾഡാണ് പടത്തിനകത്ത് കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫൊക്കെ പ്രശാന്ത് നീലിൻ്റെ ഫസ്റ്റ് പടമായ ഉഗ്രം പോലെയാണ് ഫസ്റ്റ് ഹാഫ് പോയേക്കണത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ പറയണത്. അത് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഒരു ഗെയിം ഓഫ് ത്രോൺസ് സെറ്റിംഗ് ആണ് വന്നേക്കുന്നത്. ഭയങ്കര വേൾഡ് ബിൽഡിംഗ് ആണ് ഇതിനകത്തുള്ളത്. ഒരു വലിയൊരു വേൾഡാണ് കാണിക്കുന്നത്. സെക്കൻഡ് പാർട്ടിലായിരിക്കും ഇനിയും കൂടുതൽ സംഭവങ്ങൾ വരാൻ പോകുന്നത്. പ്രഭാസിനെ പ്രസന്റ് ചെയ്തേക്കണമല്ല, ഇതിനകത്ത് മറ്റേ ആദിപുരുഷിലെയും രാധേശ്യാമിലെയും സാഹോലെയും പോലെ മറ്റേ അമ്മാവൻ പ്രഭാസ് അല്ല. ഇതിനകത്ത് പ്രഭാസിന്റെ ലുക്ക് കാര്യങ്ങൾ കോസ്റ്റ്യൂംസ് എല്ലാം കൊള്ളാറുണ്ട്. പ്രഭാസിനെ പ്രസന്റ് ചെയ്തേക്കുന്ന പോലെ പൃഥ്വിരാജിന്റെ സീക്വൻസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്കാണ് ഒരു ഫൈറ്റ് ഒക്കെ വന്നത് പൃഥ്വിരാജിൽ. അതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രുതി ഹാസന്റെ ഡബിങ് നല്ല അലമ്പായിട്ടുണ്ട്. കാരണം ഭയങ്കര ഓക്വേർഡായിട്ടുള്ള ഡബിങ് ആയിട്ടാണ് ശ്രുതി ഹാസന്റെ ഡബിങ് തോന്നിയത്. പിന്നെ പ്രശാന്തിലിന്റെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. ഓവറോൾ ഒരു സെക്കൻഡ് പാർട്ടും കൂടി കണ്ടാലേ നമുക്കൊരു മൊത്തത്തിലൊരു ഐഡിയ കിട്ടുള്ളൂ. കാരണം ഇത് ബിൽഡ് ചെയ്ത് വെച്ചേക്കണേ ഉള്ളൂ. പിന്നെ KGF യൂണിവേഴ്സും അല്ല, യാഷിന്റെ ക്യാമിയോ അങ്ങനെ ഒന്നുമില്ല. അതൊന്നും ആരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമായിട്ട് തോന്നില്ല. കാരണം ആക്ഷൻ സീക്വൻസിലൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത്ര വയലന്റ് ആയിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ ചോര തെറിക്കുന്ന സീക്വൻസ് ഉണ്ട്. അതായത് പ്രഭാസിന്റെ മേത്ത് ഇങ്ങനെ ബ്ലഡ് ഉണ്ടെന്നല്ലാണ്ട് ചോര അങ്ങനെ തെറിക്കുന്ന സീക്വൻസ് ഒന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. അതായത് റേറ്റഡ് ആയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അതായത് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു മിഡിൽ പോർഷൻ കുറച്ച് ഫാസ്റ്റ് ആക്കി കാണിക്കാമെന്ന് തോന്നിയായിരുന്നു. കാരണം അതിങ്ങനെ ബിൽഡപ്പ് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഉണ്ടാകുന്നത്. അത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് ഒരു ചെറിയ സാധനമാണ് കാണിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ. അത് കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കേണ്ട കാര്യമായിട്ടാണ് തോന്നിയത്. പിന്നെ പടം കൊള്ളാം. അതായത് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കണുണ്ട്. സെക്കൻഡ് പാർട്ടിലായിരിക്കും കുറേ കാര്യങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തോട്ടുള്ളൊരു ബിൽഡപ്പാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഈ ഉഗ്രത്തിൻ്റെ അതന്നെ സെയിം കുറച്ച് അവിടെ ഇവിടെയൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവം മാറ്റിയിട്ട് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരു ഉഗ്രത്തിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ പ്രഭാസിനെ പ്രസൻറ്റ് ചെയ്തേക്കണതൊക്കെ കൊള്ളാം. എനിക്ക് തോന്നുന്നു ബാഹുബലിക്ക് ശേഷം പ്രഭാസിനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് ഇതിനകത്താണെന്ന് തോന്നുന്നു. പ്രഭാസിനെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ശ്രുതി ഹാസൻ്റെ ഡബ്ബിങ് ഒന്ന് നന്നാക്കാൻ തോന്നി. കാരണം ഭയങ്കര അലമ്പ് ഡബ്ബിങ് ആയിരുന്നു. വിറപ്പിക്കണ പോലെയാണ് തോന്നിയത്. പിന്നെ ശ്രുതി ഹാസനൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. അപ്പോൾ കൊള്ളാം പടം, കണ്ടിരിക്കാം. പടം കൊള്ളാം. ഖാൻസാർ എന്നൊരു വേൾഡ് ബിൽഡിംഗ് ആണ് സീസ് ഫയർ എന്ന് പറഞ്ഞാൽ സല്ലാർ 1. ബാക്കി പാർട്ട് 2ലേക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പൃഥ്വിരാജ് അടിപൊളിയായിട്ടുണ്ട്. സ്ക്രീൻ സ്പേസ് കുറവാണ് കമ്പാരിറ്റീവ് പ്രഭാസ്. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ അവർ രണ്ട് നമ്മളൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഓസമായിരുന്നു. ബട്ട് ഇതിനു മുമ്പ് ഈ ഡയറക്ടർ ക്രിയേറ്റ് ചെയ്ത ഒരു മൂവി പേര് പറയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് എത്തിയില്ല. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തതാണ്. പിന്നെ ഫസ്റ്റ് വേൾഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ഒരു ഡ്രോബാക്ക് പോലെ തോന്നി. ബട്ട് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. കാണുവാണെങ്കിൽ തിയേറ്റർ തന്നെ ഒന്ന് കാണണം. ബട്ട് മാറിയ എക്സ്പെക്ടേഷൻ വേണ്ട. വെരി ഹാപ്പി ടു സീ പ്രഭാസ്. കാരണം ഇതിനു മുമ്പുള്ള രാധേശ്യാമ ആയാലും മറ്റേ ആദിപുരുഷായാലും എല്ലാത്തിലും ഒരു കോമിക് ക്യാരക്ടർ പോലെ നമ്മളതിനകത്ത് കണ്ടത്. പക്ഷേ ഇതിനകത്ത് പുള്ളിയുടെ ലുക്സ്, സ്വാഗ് എല്ലാം നമുക്ക് ആ ഒരു ബാഹുബലിയിൽ കിട്ടിയ ഒരു സ്വാഗ് അങ്ങനത്തെ ഒരു മാസമാണ്. ഈവൻ ബാഹുബലിക്ക് ശേഷമുള്ള മാസമാണ്. എന്തായാലും പ്രഭാസിനൊരു കംബാക്ക് ആയിരിക്കും. ഇതൊരു ഷോർട്ട് ഹിറ്റ് ആയിരിക്കും. ഒബ്വിയസ്ലി എനിക്ക് അങ്ങനെ ഭയങ്കര വയലൻസ് ഒന്നും തോന്നിയില്ല. വയലൻസ് ഉണ്ട്, ബട്ട് ആ ഒരു വ്യൂ ആ കാണേണ്ടത് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ഒരു വാവ് ഫാക്ടർ ഉണ്ട്. ബട്ട് ഡയറക്ഷൻ പക്ഷേ എനിക്ക് ആ ഒരു പേഴ്സണലി ഞാൻ പ്രതീക്ഷ ആ ഒരു ബെഞ്ച് മാർക്ക് ക്രോസ് ചെയ്തില്ല. കാരണം നമ്മുടെ മനസ്സിൽ എപ്പോഴും അതാ കിടക്കണത്. ആ ഒരു ഗൂസ് ആ ഒരു ഫീലിംഗ് കിട്ടിയില്ല. ബട്ട് നിരാശപ്പെടുത്തില്ല ഇതിലൊന്നും കാണാൻ. എങ്ങനെ ഉണ്ടായിരുന്നു എനിക്കൊന്നും പറയാൻ വയ്യ. അത്രയും നല്ല രസമായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ ഗൂസ് ബംസ് ഓരോ ഡയലോഗിനും. പൃഥ്വിരാജിൻ്റെയും പ്രഭാസിൻ്റെയും രണ്ടുപേരുടെയും ഫാനാണ്. അപ്പോൾ രണ്ടുപേരും ഒരു സ്ക്രീനിൽ വന്നാലുള്ള ഒരു അവസ്ഥ എന്നായിരിക്കും. അത്രയും നല്ല രസമായിരുന്നു. KGFന് ശേഷം ഇത്രയും കൈയടിച്ചൊരു മൂവി ഉണ്ടായിട്ടില്ല. ക്രിസ്മസ് ഇത് തൂത്തുവാരും സലാറിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഒരു ട്രീറ്റ്മെൻ്റ് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ഒരേ പൊളി.